പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കിഡിലൻ ചിക്കൻ കറിയാണ് ആള് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറങ്ങാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന ഒരു സ്പെഷ്യൽ സ്ഥലമാണ്. ഊട്ടിയിൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആയിരിക്കും. ഇവിടേക്ക് വരണമെങ്കിൽ ഒരു പെർമിഷനൊക്കെ എടുത്തിട്ട് വേണം വരാനായിട്ട്. സുണ്ടട്ടി വാട്ടർഫാൾ എന്നാണ് ഇതിൻ്റെ പേര്. വളരെ റയറായിട്ട് മാത്രം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്തൊരു ഏരിയ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വേറൊരു കാര്യം ഉണ്ട്, ഇതിൽ ഇറങ്ങി പോകുന്നൊരു അത് കാരണം ഫാമിലീസ് കുട്ടികളെയൊക്കെ എടുത്തിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇറങ്ങി പോണ വഴി അതായത് ഇങ്ങനെ നല്ല കുത്തനുള്ള ഇറക്കാണ്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത് ഞാനാണ്. സ്ലിപ്പായി കഴിഞ്ഞാൽ എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് അവിടെ എത്തിക്കോളൂ. പതുക്കെ ഇറങ്ങാൻ. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ പതുക്കെ. എന്നിട്ട് അതിന്റെ ചെറിയ വാട്ടർഫാളിന്റെ സൗണ്ട് ഒക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. ഹൈലി റിസ്ക് ആണ്, എന്നാലും പക്ഷെ നമുക്ക് വിഷയമില്ല. അപ്പോൾ ഇത് തന്നെ പതുക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കുറേ ചേട്ടന്മാർ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ബാബച്ചേട്ടൻ്റെ ഒരു ഗ്യാങ് ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുക. അപ്പോൾ വേറെ സ്പോട്ടൊന്നും നോക്കിയില്ല. ആൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് പോകുന്നു. കാരണം ഇവിടേക്ക് വരാൻ പെർമിഷൻ വേണം. നമുക്ക് പെട്ടെന്ന് അറിയാത്തൊരു ഏരിയയും കൂടിയാണ്. എടി അത്ര പേടിക്കണ്ട, ഫ്രണ്ടിലത്തെ കാലിനൊരു പവർ കൊടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. അല്ല, നീ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എപ്പോൾ തന്നെ അവിടെ ഇറങ്ങ്. ഇവിടെ അങ്ങനെ പിടിച്ചിറങ്ങണ്ട. അതെ, ഇറങ്ങി 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 കുറച്ച് ദൂരമുള്ളൂ. ഏകദേശം ഒരു 200 മീറ്റർ അല്ലേ ഉണ്ടായിരിക്കുള്ളൂ. ഏകദേശം അത്ര ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. അയ്യോ, എത്തിയിട്ടില്ല കേട്ടോ സംഭവം. അവിടെ വെള്ളം കണ്ടു, പക്ഷെ അവര് അപ്പുറത്തേക്ക് നടക്കുന്നുണ്ട്. വാ നമുക്ക് അല്ല, തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ കുറ്റിയുമൊക്കെ പിടിച്ചിറങ്ങാം. പക്ഷെ ഞാനേ ഇവിടെ തൊട്ടടുത്ത് തന്നെ വെള്ളം കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു സംഭവം ഡെസ്റ്റിനേഷൻ എത്തി. പക്ഷെ എത്തിയിട്ടില്ല. ഇവിടെ പേടിക്കണ്ട, അങ്ങോട്ട് വാ. കുറച്ചും കൂടി പോവാണ്ടെന്ന് തോന്നുന്നു. വാവ്, എന്താ രസം. ബാക്കിൽ കണ്ടില്ലേ. ബാ, ഞാനേ ഇവിടെ എത്തിയപ്പോൾ സംഭവം എത്തിയെന്നാണ് വിചാരിച്ചത്. സൗണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. ഞാൻ കുറച്ച് ഉറക്കാനെ വർത്താനം പറയാൻ ശ്രമിക്കാണ്ട് അതിലങ്ങോട്ട് നടന്നു പോകണം കേട്ടോ. കുറച്ച് റിസ്ക് ഉണ്ട്. ഇപ്പോൾ വെള്ളം എന്തില്ല, പക്ഷെ തെളിഞ്ഞ വെള്ളം കേട്ടോ, തെളിഞ്ഞ വെള്ളം. നമുക്ക് കുളിക്കാമെന്ന് തോന്നുന്നു. ഞാനേ ഊട്ടിയിലെത്തി പിന്നെ കുളിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ കയറിയിട്ട് നമുക്കിന്ന് കുളിക്കാം. എന്നിട്ട് പറ്റിയ നമ്മുടെ ക്യാമറ വെള്ളത്തിലിടാം. കാരണം വേറെ ഒന്നല്ല, സൂപ്പർ വെള്ളം, തെളിഞ്ഞ് കിടക്കുന്ന വെള്ളം. ഞാൻ പറഞ്ഞു 2 ദിവസമായിട്ട് ഞാൻ കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം നല്ല തണവാണ്. എന്തിനൊക്കെ കുളിച്ചിട്ട്. പക്ഷെ ഇവിടെ കുളിക്കണം. നോക്കിയേ, വെള്ളത്തിന്റെ നീറ്റല്ല, ക്ലീൻ. അതിന്റെ അടി വരെ കാണാം. അപ്പോൾ ഈ ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ ആദ്യ രസത്തിലുള്ള വിഷ്വൽസ് കിട്ടും. അപ്പോൾ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് നോട്ട് ചെയ്യുക സംഭവം. ഇതിൻ്റെ പെർമിഷൻ എടുക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് എടുക്കാം, സിമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ്. നല്ല ഊട്ടിയിൽ നമ്മൾ കാണുന്ന ഒരു ആംബിയൻസേ അല്ല കേട്ടോ, വേറൊരു ആംബിയൻസ്. ഒരു രക്ഷയില്ല. അവിടെ അങ്ങോട്ട് നടക്കാം. ഇവിടെ നിന്ന് ആ കല്ലുമ്മ ചാടിയിട്ട് ആ കല്ലുമ്മ അപ്പുറത്ത് ചാടി. നല്ല തണവുണ്ട് കേട്ടോ, തണവുണ്ട്. വെള്ളത്തിന് നല്ല തണവുണ്ട്, നല്ല ബഹളമുണ്ട് ഇവിടെ. ഓക്കെ, അവരൊക്കെ ബാബുചാന്റെ ഫ്രണ്ട്സാണ്. ധന്യന്നാ ബാബുചേട്ടനെ പരിചയപ്പെടുത്തി. അപ്പൊ നമ്മുടെ സ്പോട്ട് ഇതല്ല കേട്ടോ, കുറച്ചും കൂടി അങ്ങനെ നടക്കാണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സ്പോട്ട് കേട്ടോ.
സൗണ്ട് ഒട്ടും ക്ലിയർ ഉണ്ടാവില്ല. അതാണ് ഞാൻ ഇത്തിരി ഉറക്കെ പറയണേ. ബാബു ചേട്ടൻ കൂടുള്ള കാരണേ ഫുഡ് വെക്കാനുള്ള പരിപാടിക്ക് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ഈ ഒരു സ്പോട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് അതിനുള്ള സ്പോട്ട്. അപ്പോൾ അങ്ങോട്ട് ഒരു ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാം. ഇവിടുത്തെ വിഷ്വൽസ് ഇതാണ്. ഇവിടെ സൗണ്ട് കാര്യമായിട്ട് കിട്ടില്ല. എന്തായാലും നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് അപ്പോൾ നമ്മളത് ക്രോസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ആൾക്കാരൊക്കെ ഒതുങ്ങിയ ഒരു ഏരിയ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ വഴി പോകുമ്പോൾ കുറേ കുനിഞ്ഞിട്ടൊക്കെ കാറിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന സെറ്റപ്പിൽ പോകണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളാദ്യം പോയി നോക്കിയിട്ട് ലേഡീസൊക്കെ ഉണ്ടല്ലോ അവർക്കും വരാൻ പറ്റാവുന്നൊരു സാഹചര്യമാണെങ്കിൽ നമ്മളങ്ങോട്ട് പോകും. ഞാൻ ചെരുപ്പ് അവിടെ ഊരി വെച്ചു. അതിൻ്റെ ഒരു പണി നൈസായിട്ട് കിട്ടുന്നുണ്ട്. അതെ, നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. കിട്ടിലെന്ന് പറഞ്ഞാൽ കിടിലൻ ഡെസ്റ്റിനേഷനാണ്. നമ്മളതുപോലെ തന്നെ ഇവിടെ ചേട്ടന്മാർ ഭക്ഷണം വയ്ക്കുന്നുണ്ട്. അത് തന്നെയല്ല നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അത് തന്നെയല്ല അതാ അവിടെ ബാബു ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഭക്ഷണം വയ്ക്കുന്നിടത്തേക്ക് പോവാം കേട്ടോ. എല്ലാവരും ഒരു ഹായ് പറഞ്ഞോളൂ. ബാബേട്ടാ, ബാബു ചേട്ടാ. ഞങ്ങളുടെ ചാനലിലൊരു വിഷു അറിയോ? ഇഞ്ചിമിഠായി ചാനലിൽ എല്ലാവക ഇഞ്ചിമിഠായി ചാനലിൽ എല്ലാവക വിഷു പറയുന്നത്. ഓൾ ദി ബെസ്റ്റ്. ഇഞ്ചിമിഠായി ചാനലിക്ക് എൻ്റെ എല്ലാവക എല്ലാ വിഷസും നന്നായിട്ട് ചെയ്യാം. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വേണ്ടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാബുചേട്ടൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് കാണാം അവരെന്താ ചെയ്യുന്നത്. മലയാളിയാണ് കേട്ടോ അരവിന്ദാക്ഷൻ ചേട്ടൻ. ചേട്ടൻ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ നല്ല കുക്കാന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ചേട്ടൻ്റെ പ്രിപ്പറേഷനാണ് നമുക്ക് ഇന്ന് തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ഹായ് പറയുക നമ്മുടെ ചാനലിൽ. ചേട്ടാ ഹായ് ഹായ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എപ്പിസോഡിൽ ലേറ്റസ്റ്റ് ആയിട്ടൊന്നും ഇടുന്നതായിരിക്കും കേട്ടോ. ഹായ്, സേ ഹായ്. നമ്മുടെ കൂട്ടത്തിൽ ബാബു ചേട്ടൻ്റെ ഫ്രണ്ട്സിൽ ഫിലിം സ്റ്റാറിൻ്റെ ചായ ഉണ്ട് ചേട്ടാ. വെള്ളത്തിലിറങ്ങി കഴിഞ്ഞു. നല്ല തണവാട്ടോ, നല്ല തണവാ. ഞാൻ ഇറങ്ങുന്നുണ്ട്. ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഊരി വെച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല തണവാ. ഇറങ്ങണമെന്ന് ആലോചിക്കണം നീ. ഇതിനെ നീ ഇറങ്ങടാ. ഇതാണ് ഇഞ്ചിമിഠായിയുടെ മെയിൻ ആള്. ഇന്ന് നമ്മൾ അത്യാവശ്യം നമ്മൾ ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലാണ്. നമുക്ക് ഇന്നത്തെ ഉച്ചക്കലത്തെ ഭക്ഷണം അതിൻ്റെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കിഡിലൻ ചിക്കൻ കറിയാണ് ആൾ പ്രിപ്പയർ ചെയ്യുന്നത്. അടിപൊളി ഫ്ലേവറാണ് തുറക്കുമ്പോൾ തന്നെ വരുന്നത്. ആളുടെ ഫുഡ് ഊട്ടി ഉരുളക്കിഴങ്ങാണ് കേട്ടോ അതിൻ്റെ സ്പെഷ്യൽ. ഇതിനൊക്കെ നമുക്ക് അവസരം ഉണ്ടാക്കി തന്നെ നമ്മുടെ ബാബുചേട്ടനാണ്. ബാബുചേട്ടൻ ഫ്രണ്ട്സാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും താങ്ക്സ് പറയാണ്ട്. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കൊരു ടേസ്റ്റിംഗ് കൂടി ഉണ്ടല്ലോ, കഴിക്കലും കൂടി ഉണ്ടല്ലോ. അതൊരു റൗണ്ട് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എപ്പിസോഡ് ഫൈൻഡ് ഓഫ് ചെയ്യാം കേട്ടോ. ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം അതിൻ്റെ അടുത്ത് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ബൈ, ഗുഡ് നൈറ്റ്. ടാറ്റാ.
ഇനി പറയാൻ അധികം നേരം സമയമില്ല, അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുക.